കോഴിക്കോടിന്റെ ഹൃദയഭാഗത്ത് 1000 വർഷത്തിലധികം പഴക്കമുള്ള അമ്പലം ഇപ്പോഴും ഉണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു പുതിയൊരു അമ്പലത്തിന്റെ വിശേഷമായിട്ടാട്ടോ നിങ്ങളെ മുന്നിൽ വന്നിരിക്കുന്നത്. അതെ, അങ്ങനെ ഒരു അമ്പലമുണ്ട്. ഒരുപാട് തിരക്കുകൾക്കിടയിൽ അതെല്ലാം ശാന്ത സ്വരൂപിണിയായും ഭദ്രകാളി രൂപത്തിലും നോക്കിക്കാണുന്ന ഒരു അമ്പലം നമ്മുടെ കോഴിക്കോടിന്റെ ഹൃദയഭാഗത്തായിട്ടുണ്ട്. ഇതാണ് അമ്പലത്തിന്റെ മുൻഭാഗം. ഈ കവാടം കഴിഞ്ഞ് ഉള്ളോട്ട് പോകുമ്പോൾ നമുക്ക് ആദ്യമായിട്ട് കാണാൻ പറ്റുന്നത് വലിയൊരു ആൽമരാണ്. ചുറ്റിലും ആൽത്തരൊക്കെ കെട്ടിയിട്ട് നല്ല ഭംഗിയായിട്ട് നല്ല വലിപ്പത്തിലാണ് ആ ആൽമരം നിൽക്കുന്നത്. അമ്പലത്തിൻ്റെ കവാടം കഴിഞ്ഞ് ഉള്ളോട്ട് പോകുമ്പോൾ മനസ്സിനൊരു പ്രത്യേക ഒരു സുഖമാണ്. ഫുള്ള് പച്ചപ്പും വലിയ ആൽമരവും ഒരു പ്രത്യേക സുഖം തന്നെയാണ് അമ്പലത്തിൻ്റെ ഉള്ളോട്ട് കടന്നപ്പോൾ എനിക്ക് തോന്നിയത്. ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോൾ നല്ല രീതിയിലുള്ള മഴ ഉണ്ടായിരുന്നു. ഇവിടെ കറക്റ്റ് സമയത്ത് നട അടയ്ക്കുന്നുള്ളത് കൊണ്ട് നേരത്തെ തന്നെ എത്തി. രാവിലെ 5:30 മുതൽ 9:30 വരെയാണ് ഇവിടെ രാവിലത്തെ നട തുറക്കൽ ടൈം വരുന്നത്. 9:30 കഴിഞ്ഞാൽ നട അടയ്ക്കും. അമ്പലത്തിൻ്റെ കവാടം കഴിഞ്ഞ് ഉള്ളിലേക്ക് കയറുമ്പം ആദ്യം കാണാൻ പറ്റിയ ഈ ഒരു ആൽമരമാണിത്. ശരിക്കും ഈ ഒരു അമ്പലത്തിന് മൊത്തം തണലായിട്ടാണ് നിൽക്കുന്നത്. പടർന്ന് പന്തലിച്ച് അത്രയും വലിപ്പത്തിലാണുള്ളത്. ആൽത്തറയുടെ മുന്നിൽ വിളക്ക് കത്തിക്കാറുണ്ട് തോന്നുന്നു. ദീപം കത്തിക്കാനുള്ള ആ ഒരു സൗകര്യമൊക്കെ അവിടെ ചെയ്തിട്ടുണ്ട്. അമ്പലത്തിന്റെ മുമ്പിലായിട്ട് ഇങ്ങനെ ഒരു ബോർഡ് കൂടെ ഉണ്ട്. രാമായണ പാരായണം, കുടുംബ ഐശ്വര്യ പൂജ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. ആൽത്തറ കഴിഞ്ഞാൽ ഉടനെ പിന്നെ കാണാൻ പറ്റിയത് അമ്പലത്തിലേക്ക് കയറുന്ന വലിയ വലിയ പടികളാണ്. പടികൾ കയറുന്നതിന് മുമ്പേ താഴെ തന്നെ ആയിട്ട് കാല് കഴുകാനുള്ള ഒരു പൈപ്പും വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ കാലൊക്കെ കഴുകി അമ്പലത്തിന്റെ പടികൾ കയറാമെന്ന് വിചാരിച്ചു. ഏതൊരു അമ്പലത്തിൽ പോകുമ്പോൾ നമ്മൾ കാലൊക്കെ നന്നായിട്ട് കഴുകണം. വീട്ടിൽ നിന്ന് കുളിച്ചിട്ട് വരുന്നതാണെങ്കിൽ പോലും അമ്പലത്തിൻ്റെ ചുറ്റുവട്ടത്തായിട്ട് എവിടെയെങ്കിലും പൈപ്പോ ഒക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കഴുകണം. എല്ലാ അമ്പലത്തിലും അമ്പലക്കുളം ഉണ്ടായിരിക്കണമെന്നില്ല. ഉണ്ടെങ്കിൽ പോലും ചില അമ്പലങ്ങളിൽ കുളത്തിൽ ഇറങ്ങാനും പാടില്ല. പക്ഷേ എന്താണെങ്കിലും അമ്പലത്തിൽ കയറുമ്പം കാല് കഴുകാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്ക് ഉള്ളോട്ട് കയറാം. ഇപ്പോൾ അമ്പലത്തിൽ ഏകദേശം 9:30 മണി വരെയുള്ളൂ. ട്രാഫിക് അങ്ങനെ കുറച്ച് കാര്യം കൊണ്ടൊക്കെ ലേറ്റ് ആയിട്ടുണ്ട്. വേഗം നമുക്ക് അമ്പലത്തിനുള്ളിൽ കയറാം. അമ്പലത്തിൽ കയറുമ്പോൾ തന്നെ ഒരുപാട് വലിയ പടികളുണ്ട്. ആ പടികളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഒരുപാട് പടികളുണ്ട് കേട്ടോ. നല്ല ഒരു ഹൈറ്റിലായിട്ടാണ് നാരകത്ത് ശ്രീ ഭഗവതി ക്ഷേത്രം ഇങ്ങനെ നിൽക്കുന്നത്. പിന്നെ പറയുകയാണെങ്കിൽ മറ്റൊരു അമ്പലത്തിനും ഇല്ലാത്തൊരു പ്രത്യേകത പടിഞ്ഞാറ് ദർശനമായിട്ടാണ് അമ്പലം നിലകൊള്ളുന്നത്. ഈ അമ്പലത്തിൻ്റെ 2 പ്രധാന പ്രതിഷ്ഠകൾ ദേവിയാണ്. ഒന്ന് സൗമ്യഭാവത്തിലുള്ളതും ഒന്ന് രൗദ്രഭാവത്തിലുള്ളതും. കുറേ പടികളുണ്ട്. പടികൾ കയറി നമ്മൾ ഏകദേശം അമ്പലത്തിൻ്റെ മുകളിൽ എത്താറായിട്ടുണ്ട്. ഈ അമ്പലത്തിൻ്റെ പ്രധാനമായിട്ടുള്ള ഐതിഹ്യം എന്ന് പറയുന്നത് പണ്ട് കാലങ്ങളിൽ പരദേവതയായി 4 കുടിക്കാർ ചേർന്ന കുടുംബാംഗങ്ങൾ കൗള സമ്പ്രദായത്തിലാണ് ആരാധന നടത്തിയിരുന്നതെങ്കിലും പിൻകാലത്തായി താന്ത്രിക വിധിപ്രകാരമുള്ള ക്ഷേത്ര സങ്കല്പത്തിലാണ് അമ്പലത്തിലേക്കുള്ള ആരാധനയും പൂജയും ഒക്കെ നടത്തി വരുന്നത്. ഞാനിപ്പോൾ അമ്പലത്തിൻ്റെ മുകളിലേക്ക് കയറിയിരിക്കുകയാണ്. അമ്പലത്തിൻ്റെ പ്രധാനമായിട്ടുള്ള 2 പ്രതിഷ്ഠകളാണ് ഈ മുമ്പിലായിട്ടുള്ളത്. പിന്നെയുള്ള പ്രതിഷ്ഠകൾ ഈ ക്ഷേത്രത്തിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്തായി ഗുരുപ്രതിഷ്ഠയും തെക്ക് ഭാഗത്ത് ഗുളികനും വടക്കു ഭാഗത്ത് നാഗപ്രതിഷ്ഠയുമാണുള്ളത്. ഈ ഒരു ഭാഗം അമ്പലത്തിന്റെ പിൻഭാഗമാണ്. നാഗപ്രതിഷ്ഠ നടത്തിയിരിക്കുന്ന അവിടെ പ്രത്യേകം ഗ്രില്ലിട്ട് കെട്ടിയിട്ടൊക്കെ ഉണ്ട്. ആദ്യകാലങ്ങളിൽ ഇവിടെ കാവും കോട്ടയൊക്കെ ഉണ്ടായിരിക്കണം, അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അമ്പലത്തിന്റെ കുറേ വിശേഷങ്ങൾ ഇങ്ങനെയാണ്. അപ്പോൾ നമ്പൂതിരി പ്രസാദമൊക്കെ തന്നു. പൂജകളൊന്നും പ്രത്യേകം കഴിക്കാനൊന്നും പറ്റിയിട്ടില്ല. ഇവിടേക്ക് ആരെങ്കിലും വന്ന് പൂജ കഴിപ്പിക്കാൻ അങ്ങനെ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ നേരത്തെ അമ്പലത്തിലെത്തണം. എന്നാൽ മാത്രമേ പൂജയും വഴിപാടൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ. അമ്പലത്തിലെ നാഗത്തിന് വഴിപാടുകൾ ഒരുപാടുണ്ട്. നാഗപൂജ, നൂറും പാലും, മഞ്ഞൾ അഭിഷേകം, അങ്ങനെയുള്ള ഒരുപാട് ചടങ്ങുകളുണ്ട്. പൂജകളൊക്കെ നേരത്തെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരത്തെ റിസീറ്റ് ആക്കേണ്ടതുണ്ട്. അമ്പലത്തിലേക്കുള്ള വലിയ പടികൾ കയറിയിട്ട് പുറത്തേക്ക് നോക്കുന്ന സമയത്ത് നല്ല രീതിയിലുള്ള പുറത്തേക്കുള്ള വ്യൂ കാണാൻ പറ്റുന്നുണ്ട്. അമ്പലത്തിൻ്റെ ഭംഗി നമുക്ക് ഇവിടുന്ന് നോക്കിയാൽ ശരിക്കും മനസ്സിലാവും. തൊണ്ടയാട് നാലമ്പലം ജംഗ്ഷനടുത്ത് സ്ഥിതി ചെയ്യുന്ന നാരകത്ത് ശ്രീ ഭഗവതി ക്ഷേത്രം ഒരു കാവിൻ്റെ ഭംഗി തന്നെയുണ്ട്. കുടുംബക്ഷേത്രമായി അറിയപ്പെടുന്ന ഈ അമ്പലം ആര് തന്നെ പ്രാർത്ഥിച്ചാലും ഓരോ ഭക്തർക്കും സൗഭാഗ്യവും സമ്പത്തും നേടിക്കൊടുക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. ഗൈസ്, ഞാൻ വന്നതിന് ശേഷം നടയൊക്കെ അടച്ചു. എല്ലാവരും അമ്പലത്തിൽ നിന്ന് പോയിട്ടുണ്ട്. അപ്പം ഇനി നല്ല മഴയാണ് വരുന്നത്. അപ്പോഴേക്കിനി വീട്ടിലെത്തണം എന്നുണ്ട്.
അപ്പോൾ ഇത്രയേ ഉള്ളൂ. അമ്പലത്തിൻ്റെ ഒരുപാട് വിശേഷങ്ങൾ, എനിക്കറിയുന്ന ഒരുപാട് വിശേഷങ്ങൾ ഞാൻ നിങ്ങളോട് കൂടെ പങ്കുവച്ചിട്ടുണ്ട്. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി സ്റ്റെപ്പ് ഇറങ്ങി താഴോട്ട് പോവാം. സ്റ്റെപ്പുകൾ ഇറങ്ങി ഈ ഭാഗത്തായിട്ട് കിഴക്ക് ഭാഗത്ത് മൂർത്തിയും ഉപദേവതമാരായിട്ടും ഇവിടെ പ്രതിഷ്ഠ നടത്തിയിട്ടുണ്ട്. വിളക്കുകളൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ മുന്നിലായിട്ടൊരു വിളക്ക് കത്തിച്ചിട്ടുണ്ട്. ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ചു. നല്ല മഴ വരുന്ന കോളുള്ളത് കൊണ്ട് പെട്ടെന്ന് തന്നെ പോവാമെന്ന് വിചാരിച്ചു. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അമ്പലങ്ങളുടെ വീഡിയോ ചെയ്യാൻ ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യണം. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ, സൈനിങ് ഓഫ്. ഹലോ.